ഹലോ സൈക്കോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ചലഞ്ചുമായിട്ട്. നമുക്ക് നമ്മുടെ ബിനുബ്രോ ഉണ്ട്, കൈലാസമാണ് ബിനു കൈലാസനാഥൻ. അദ്ദേഹം കുറെ നാളിന് ശേഷം നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് വന്നിരിക്കുകയാണ്. വിനീശ്വറോ ഇല്ല കേട്ടോ, വിനീശ്വറോ ഒന്നും ഇല്ല, ആരും പേടിക്കണ്ട. ആരും വിജയെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പം പി ബി ഇപ്പൊ വരും. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ എന്തായിരുന്നു മോനെ, കുതിരത്താലിൽ നിന്ന് മണപ്പിക്കാൻ പോയായിരുന്നു. കൊടൈക്കനാൽ ട്രിപ്പ് പോയായിരുന്നു ഞങ്ങള്. നിതിനും പ്രയോജനം ഇല്ലായിരുന്നു. ഞങ്ങളുടെ ട്രിപ്പിന് പോയിട്ട് അപ്പോൾ അതൊരു കുതിരത്താലി എനിക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളിക്കാരനെ എന്താ പോലീസ് പിടിച്ചത് വാർത്ത ഇങ്ങനെ വന്നു. പക്ഷെ പുള്ളിയെ പോലീസ് പിടിച്ചില്ല കേട്ടോ. പുള്ളി എന്താണ് അവരൊന്ന് സത്യാവസ്ഥ സംഭവം അറിയാനായിട്ട് കുറെ പേര് സ്പ്രെഡ് ചെയ്ത് കഞ്ചാവാണ്. നമ്മുടെയൊക്കെ വീഡിയോ വന്നിട്ട് തെറിയോടെ ചിലവന്മാരൊക്കെ തെറിയ ഭയങ്കര തെറി. ഇത് കഞ്ചാവാണ്, അമ്മമാർ അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്ത്, ഇവന്മാർ ഇങ്ങനെയാണ്. ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ആ ബ്ലോഗിനകത്തുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്തുവാണ് സംഭവം, ഇത് ഇന്നതാണ് നല്ല മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഞ്ചാവ് മറ്റു കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഞാൻ ഈ തെറി വിളിക്കുന്നവർ ആ വീഡിയോ പോയി കണ്ട് വ്ലോഗുണ്ട്, അത് വ്യക്തമായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ തെറി വിളിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അല്ലേ? ചുമ്മാ വിളിക്കാമല്ലോ നമ്മളെക്കാത്ത പങ്കെടുത്താലും എന്തായാലും തെറിയാ ഇല്ലേ? വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് ഇല്ലല്ലോ? എന്ന് കിട്ടിക്കോളും. കിട്ടിയിട്ടുണ്ടോ? പുള്ളിക്കൂടെ കൊടുക്കണേ, ഇന്നും ജയിക്കണം. പിന്നെ അതിന് മുന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു വെജിറ്റബിൾ ഈറ്റിംഗ് ചലഞ്ച്. അതിൽ ഞങ്ങളൊരു പോൾ ഇട്ടായിരുന്നു. ഇത്രയാണ് പറഞ്ഞത്. പണിഷ്മെന്റ് കൊടുത്തില്ല എന്ന് നിങ്ങൾ പറയുക എന്ന് പറയായിരുന്നു. 2 ഗ്രൂപ്പായിരുന്നു, ഒന്ന് ശരത്തും നിതിനും, ഒന്ന് പി ബിയും. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം പി ബിയോടായിരുന്നു. ബിബി നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ മത്സരം തോറ്റു, ശരിയാണ്. പണിഷ്മെന്റ് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പണിഷ്മെന്റ് ചെയ്യേണ്ടെന്നാരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം പറഞ്ഞു പണിഷ്മെന്റ് ചെയ്യാൻ. പിന്നീടാണ് അഭിപ്രായ വ്യത്യാസം ശരി. പക്ഷേ കഴിക്കുന്നതേ ഉള്ളൂ. അല്ലല്ലേ, ഓൾറെഡി 2 കഴിച്ചു. അതുകൊണ്ട് ഫുൾ ഇറക്കാൻ പറ്റും. അവസാനം നമ്മുടെ എന്താ തീരുമാനം? അവസാന തീരുമാനം എന്തായിരുന്നു? അവസാനം വരുമ്പോ ഞാൻ പണിഷ്മെന്റ് കമന്റിൽ എന്ത് വരുന്നോ അത് എടുക്കുന്നല്ലോ. വോട്ട് ചെയ്യാൻ പറഞ്ഞു. ആ ഐഡിയ ഇട്ടത് ഇവൻ തന്നെയാണ്. നിങ്ങൾ തീരുമാനിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താണോ ഭൂരിപക്ഷം വന്നത് വേണോ? ഭൂരിപക്ഷം വേണോ? ശ്രദ്ധിച്ചു. ഇതിനാളെ ഞാൻ വന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഞാൻ പൊട്ടണമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങള് ഞാൻ ക്യാരറ്റ് ഒന്നും കഴിക്കാതെ പറഞ്ഞല്ലോ. അപ്പൊ ഉടനെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പച്ചവളം ഇതായിരുന്നല്ലോടാ. അതെ, പച്ചവളം എരിഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു 2 ഓറഞ്ച് കഴിക്കാന്നുള്ളത് അറിയില്ല. അപ്പൊ അത് പ്ലാൻ ചെയ്തപ്പോ ലാസ്റ്റ് മൊത്തം കണക്കൂട്ടി എന്തെടുക്കില്ല ക്യാപ്സിക്കോ അവിടാണ് പോയത്. അവിടാണ് വരാൻ. അപ്പോൾ അടുത്ത പണിഷ്മെന്റ് ആരാണ് കയറുന്നത്? അവരോട് ഇവരിട്ട് കയറട്ടെ. അടുത്ത പണിഷ്മെന്റ് ഇവരുടെ പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത പണിഷ്മെന്റ് അല്ല, അടുത്ത പണിഷ്മെന്റ് ചെയ്യുമ്പോ ഇവരുടെ ചെയ്താൽ പോരെ കൂടെ. അതുപോലെ ശരത്ത് വരുമ്പോ ശരത്തിനെ കയറ്റാം. ഇപ്പൊ ഉള്ളപ്പോ ആരാന്ന് വെച്ചാൽ കയറിയാലിക്ക് ഇവിടെ പ്രശ്നം. ഞാൻ പോട്ടെ, ഞാനൊന്ന് പോട്ടെ. എന്നെ വിളിച്ച് ഗെയ്സ് അങ്ങ് റാവുത്തറുണ്ട്. റാവുത്തർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടില്ല, അടുത്ത വീഡിയോ കാവടിയാട്ടം ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പിള്ളേർ നേഴ്സിംഗ് പഠിത്തൊക്കെ തീരാൻ പോട്ടെ. എല്ലാവരും ചോദിക്കുന്നത് നീ കുറെ നാളല്ലേ പഠിക്കുന്നതെന്ന്. തീർക്കട്ടെ, അവന് അതിന് ഉത്തരം തരുന്നുണ്ട് ഇപ്പം. അപ്പം എന്താണ് കാവടിയാട്ടമാണ്, അതുകൊണ്ടാണ് വന്നത്. പിന്നെന്താ പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലേ? എല്ലും കപ്പയും കേട്ടോ. എനിക്കൊന്ന് ഇടുക്കിക്കാരുടെ ഒരു ഇടുക്കി ഹൈ റേഞ്ച് പ്രദേശത്തെല്ലാം ഉള്ള ഒരു ഡിഷാണല്ലേ എല്ലും കപ്പയും. അവർ പ്രധാന വിഭവമാണ്. അതിൻ്റെ കൂടെ പക്ഷെ പോർക്കും കാണും ഇവിടെ. പിന്നെ നമുക്ക് കിട്ടാനില്ലല്ലോ.
അതല്ല എല്ലും കപ്പ മെയിൻ അവിടുത്തെ എല്ലാം നമ്മള് എല്ലാം വേറെ അല്ലല്ലോ. കേസ് ഇത് നമ്മള് വെച്ചതല്ല കേട്ടോ, നമ്മള് മേടിച്ച കടയിൽ നിന്ന് മേടിച്ച. സ്റ്റാർട്ടിങ് എല്ലാം കപ്പയാണ്. അതെ അതെ അതെ. പിന്നെ വേറെ സാധനം പിടിയും കോഴിയും അറിയോ? നമ്മളോട് ഇല്ല, പക്ഷേ നമ്മളില്ല. അതൊന്നും ചെയ്യണം. കോട്ടയം കുറെ പേര് പറയുന്നുണ്ട് പിടിയും കോഴിയും ചെയ്യണം, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് എല്ലും കപ്പയും വെക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നല്ല എല്ലും കപ്പയും. നമ്മളിവിടുത്തെ ഇടുക്കിക്കാർ ക്ഷമിക്കണം നമ്മളോട് ഇല്ലേ? ഇത് നമ്മള് മിക്സ് ചെയ്താണ്. കടയിൽ നിന്ന് കിട്ടിയത് രണ്ടായിട്ടാണ് അല്ലേ? ഇത് ഇങ്ങനെയാണോ? ഇങ്ങനല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കിപ്പോ ഇതൊന്നും തൃപ്തിപ്പെടാതെ പറ്റത്തുള്ളൂ. കടക്ക് നമുക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലും കപ്പയും കഴിക്കുവാണെങ്കിൽ കോട്ടയം പോലെ അങ്ങോട്ട് എരുമേലി, കോട്ടയം ആ ഹൈദരാബാദ് പോയി കഴിക്കണം. അതാ എല്ലും കപ്പയും സൂപ്പറാണ്. എനിക്ക് ഇടുക്കി പോയി കഴിച്ചാൽ സൂപ്പറായിരുന്നു, അടിപൊളിതാണ്. കിട്ടില്ല സാർ, ഇതിനോട് കുറച്ച് ബീഫ് ഫ്രൈഡ് ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എന്നാ ബീഫ് ഫ്രൈ മേടിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ പോവാം. അപ്പോ നമ്മളിത് സൂം ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നില്ലേ? അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. കാരണം ഈ പുള്ളിയൊക്കെയാണ് നമ്മളെ കപ്പ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കപ്പയൊക്കെ ഞെരടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല അത്. അപ്പൊ നമുക്ക് പതുക്കെ കഴിച്ചാൽ വെള്ളമുണ്ട്, കാരണം എല്ല് കാണും, ചെറിയ എല്ല് കാണും. അപ്പൊ സൂക്ഷിച്ച് കഴിച്ചാൽ പതുക്കെ കഴിച്ചാണ് ധൃതിയില്ല. ഞങ്ങൾ പറയാം ആരൊക്കെ ലീഡ് ചെയ്യുന്നത് പേടിക്കണത്. ഓക്കെ, പറഞ്ഞു ബാക്കി. Ready? 1, 2, 3, start. ഇങ്ങനെ ഇരിക്കത്തില്ല, മത്സരിക്കല്ലേ വന്നത്. മേടിക്കണം ഞങ്ങളുടെ പുള്ളി പേടിച്ചു തോന്നുന്നു. എനിക്കത് PB ഇത്തവണ PB ഉണ്ടോ ഇങ്ങോട്ട്? കഴിഞ്ഞ തവണ പുള്ളി കഴിഞ്ഞ തവണ വന്നപ്പോ PB അല്ലേ? PB തോപ്പിച്ചാണ്. പക്ഷെ നന്ദോളിയുണ്ട്, നന്ദോളിയെ പേടിക്കണം. നമ്മുടെ ബിനീശ്വര കഴിഞ്ഞാൽ പേടിക്കേണ്ട വ്യക്തിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള. പക്ഷെ ബിനു കൈലാസനാഥൻ കപ്പ പായസം എല്ലും കപ്പയും പുള്ളി കപ്പ പായസം അടിപൊളിയായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട് പുള്ളി. സ്ട്രാറ്റജി പുള്ളിയുടേത്. അപ്പൊ നമ്മുടെ PB മനോഹരമായ രീതിയിൽ എല്ല് അതാണ് എല്ല് ഉണ്ട്. ഇത് എല്ലും ബീഫിന്റെ എല്ലും മാംസം കൂടെ അല്ലേ? വളരെ മനോഹരമായ രീതിയിലാണ് നന്ദോളിയും കഴിക്കുന്നത്. ഏകദേശം പകുതി ആയിട്ടുണ്ട്. നന്ദോളിയും പകുതി ആയിട്ടുണ്ട്. അതെ 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 അതെ, പെട്ടെന്ന് കമോൺ. സൂക്ഷിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നമ്മുടെ BB കഴിക്കുന്നത്. ഓരോ പീസ് നുള്ളി തൊട്ടപ്പുറത്തെ പ്ലേറ്റിലോട്ട് നോക്കിയാണ് ഈ പുള്ളി കഴിക്കുന്നത്. സ്വന്തം പ്ലേറ്റ് നോക്കാതെ അപ്പുറത്തെ പ്ലേറ്റ് നോക്കുകയാണ്. പകുതി കഴിച്ചു. ബിനു കൈലാസനാഥൻ, ഇത് ഹോട്ടലല്ല. സമയമൊക്കെ നോക്കുന്നു. സമയം. ഇത് ഹോട്ടലല്ല, ഇത് ചലഞ്ചാണ്. ചലഞ്ചായിട്ട് എടുക്കൂ. നമ്മുടെ മെമ്പറാവുന്നത് പുള്ളിയായിട്ട്. എല്ല് പിടിക്കുന്നു. എന്നാലും പത് കഴിച്ചാണ്, കാരണം ഇവര് പറയിലാണ് ഇവര്. PB വെള്ളം എന്തെങ്കിലും പറ പുള്ളി. എന്ത് ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്? സ്ഥിരമായിട്ടുള്ള ഐറ്റം ഇറക്കി പുള്ളി. തുടക്കം പറയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതല്ല ഇപ്പൊ ഇത് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? കപ്പയ്ക്ക് ഇഷ്ടമല്ല. കുറച്ചായിട്ട് വേറെ ആയി കാരണം പറയുന്നത്. പല കാരണങ്ങൾ. പുള്ളി ഇങ്ങോട്ട് നോക്കി കഴിക്കുന്നത്, ഇവന്റെ പ്ലേറ്റ് നോക്കി കഴിക്കുന്നത്, അങ്ങോട്ട് നോക്കി നിങ്ങൾ പ്ലേറ്റ് നോക്കി കഴിക്കും, സ്വന്തം പേപ്പറിൽ നോക്കി എഴുതുന്ന മനുഷ്യൻ ഇങ്ങോട്ട് നോക്കി കഴിക്കുന്നു. ചിരിക്കല്ലേ, കഴിക്കാൻ പറ്റത്തില്ല. നന്ദു പ്രവീണ ഒരു മാറ്റമില്ല. പ്രവീണിന്റെ ഒരു മാറ്റവും ഇല്ല. ഒറ്റപ്പിടിക്ക് കിട്ടും. കുറച്ചേ ഉള്ളൂ. നന്നൂര് പിടിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് 3 പിടിയുണ്ട് ഇവിടെ. 3 പിടിയുണ്ട്. ഇവിടെ 10 ഉണ്ട്. ഇവിടെ 6 ഉണ്ട്. ഇവിടെ പക്ഷേ പിടിക്കാൻ പറ്റും. പറ്റുമെന്നേ? എല്ലൊന്ന് മാറ്റി കഴിക്ക്. പിടിക്ക്. ഒറ്റ പിടിക്ക് ഇല്ല ഒരു പിടിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ഉണ്ട്. നോക്കുന്നു.
ചരിഞ്ഞ് നോക്കുന്നു, ലാലേട്ടന്റെ കൂടെ നോക്കുന്നു അവിടെ നിന്ന്. പറ്റും പറ്റും പറ്റും. ഓ കപ്പ് തീർന്നു. കമോൺ, ഇവിടെ ഇഞ്ചോടിച്ച് മത്സരം. കപ്പയുണ്ട്, കപ്പയുണ്ട്. അതെ, സോറി കപ്പ, സോറി എല്ലുണ്ട്. എല്ലുണ്ട്. ഇവിടെ 2-3 എല്ലുണ്ട്. പിടിക്കുന്നു. ഇല്ല, ഇല്ല, വെയിറ്റ് ചെയ്യുന്നുണ്ടൂടെ. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഇറക്കിയിട്ടുണ്ട്. ഇറക്ക്. കമോൺ. അടുത്തത് ആ കഴിഞ്ഞാൽ പിടിക്കുന്നില്ല, പിന്നെ അടുത്തത് പിടിക്കും. അത് നടക്കുന്നില്ല. കമോൺ. അത് സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയിൽ വിജയിച്ചു. എല്ല് ക്ലീൻ. അതെ. ബിനീഷ് ബ്രോയ്ക്ക് പിറകിൽ എപ്പോഴും നിൽക്കുന്ന ആരാണ്? നന്ദോണ്ണൻ, ഉറക്കം പറയുക, നന്ദോണ്ണൻ. ഇറക്കിയില്ല, പക്ഷേ ചാൻസ് ഉണ്ട്. ബില്ലിന് ചാൻസ് ഉണ്ട്. അത് ഇവിടെ പുള്ളി നമ്മുടെ മെമ്പർഷിപ്പ് കൊടുക്കണം എന്തായാലും. അതെ, പുള്ളി member എന്ന് തരും. നിനക്ക് തരും. കപ്പ എനിക്ക് ആ, ഇല്ല. ഞാൻ ആദ്യം കപ്പ ആ, ഇല്ല, എല്ലാവർക്കും ഉണ്ട് membership. ജയിക്കായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവന്റെ ഇലയെ നോക്കിയ സമയമാണ് ഇത്. ഇവിടെ ഇവൻ പുറകിലാണെന്ന്. നിങ്ങൾ ഇവന്റെ ഇല നോക്കി കഴിച്ചു വല്ല പറയാനുണ്ട്. ഇവന്റെ ഇല നോക്കി കഴിക്കുന്നത് പുളിയേക്ക്. ഇവൻ പതുക്കെ കഴിക്കുന്നത്, ഞാൻ കഴിക്കും. ഇപ്പഴത്തെ ആളുണ്ട്, അതാണ് മറന്നുപോയോ? എന്ത് നല്ലൊരു മത്സരം. തെറ്റായ ഒന്നുമല്ലേ അങ്ങോട്ട്? എന്താ പറ്റി? ഇടക്കുന്ന എഴുതട്ട് ഞാൻ പേടിച്ചു. അവസാനം നിൽക്കുക. ഞാൻ പേടിച്ചു പോയി. അവസാനം ഇച്ചിരി മസിൽ കയറുന്നു അപ്പൊ. അതുപോലെ കറക്റ്റ് കഴിച്ചിട്ടുണ്ട് എല്ല്. ബിനീശ്വറാണ് ഈ എല്ലും കാണത്തില്ല. പൊടിച്ചിട്ട് ഇറക്കി. പൊടിച്ചിറങ്ങിയത് ഇല്ല. നമ്മുടെ നന്ദോളിയൻ വിജയിച്ചിരിക്കുകയാണ്. അതെ. നമ്മുടെ ബിനു ബ്രോ നല്ല കിട്ടില്ല മത്സരമായിരുന്നു കേട്ടോ. കിട്ടില്ല മത്സരം, നല്ല ഒന്നും ഫൈറ്റ്. പക്ഷെ ആ പുള്ളി ബീഫെ വിടാതെ എല്ലാം വിടാതെ എന്താ വിടാതെ. ഞാനേ അത് ആസ്വദിച്ച് കഴിക്കുവാൻ സത്യം പറഞ്ഞു. അതല്ല, നെല്ല് വിട്ടിരുന്നെങ്കിൽ ജയിക്കായിരുന്നു. ജയിക്കാനാണ്. അല്ല, കപ്പ എല്ലുകറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. അവിടെ ഞാൻ സത്യം പറയാലോ, അത് എന്താണ് പറയുന്നത്, അത് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് തോറ്റ റിവ്യൂ പറ ചാനലും കഴിച്ച റിവ്യൂ പറയുന്നു. ചാനല്ലോ മാറിപ്പോയി. ലോട്ട ടീമിലേക്ക് അല്ല, എന്നാലും പുള്ളി മത്സരിച്ചു. കുറച്ചുകൂടെ കപ്പ ഇഷ്ടമല്ല. പുള്ളി തടാ പറഞ്ഞു. പുള്ളി ലാസ്റ്റ് കഴിച്ചില്ല, മൊത്തത്തിൽ ഫുള്ള് കഴിച്ചു കഴിഞ്ഞു. അല്ല, അത് കുഴപ്പമില്ലായിരുന്നു. അടുത്ത തവണ നമുക്ക് ജയിക്കാൻ ശ്രമിക്കും. ഞാൻ തീർച്ചയായിട്ടും അടുത്ത തവണ വോട്ട് ചെയ്യണം പുള്ളിക്ക്. നേരെ വിളിക്കാം. ബിനു കൈലാസത്തിൽ പെണ്ണക്കര ചെങ്ങന്നൂർ ഈ അഡ്രസ്സിലേക്ക് വിളിക്കാതെ എല്ലാവരും ഈ കോണ്ടാക്റ്റിൽ ഈ പുള്ളിയെ ഉൾപ്പെടുത്തുക. ഈ പുള്ളിയെ കൂടെ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തുക. അതെ. പുള്ളി കഴിച്ചില്ല, എന്തോ പറ്റിയോ? കപ്പ ഇഷ്ടമല്ലടാ. വോട്ട് കഴിഞ്ഞ അവനത് വേറെ എന്തെങ്കിലും കാരണം ജീവിതം കേട്ടിട്ടുണ്ട്. പറഞ്ഞ പണിഷ്മെന്റ് കൊടുത്തല്ലേ? പണിഷ്മെന്റ് കൊടുക്കല്ലേ? പണിഷ്മെന്റ് പറഞ്ഞില്ലേ? ഇതിലൊന്നും പറഞ്ഞില്ലായിരുന്നു. ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അങ്ങ് ചേട്ടനോട് ചെയ്യാറാണോ? ഇതിലൊന്നും പറഞ്ഞില്ല. അതിൽ പറഞ്ഞ ഇല്ല, ഇത് പണിഷ്മെന്റ് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല പണിഷ്മെന്റ് ചലഞ്ച് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് അടുത്ത പണിഷ്മെന്റ് വെച്ചിരുന്ന എന്താ ശരത്തിനെ വിളിക്കാം. അണ്ണ കഴിച്ചില്ല, അണ്ണനും ഉടനെ അടി വാങ്ങിക്കണം. റിവ്യൂ പറഞ്ഞ ഫുഡിന്റെ എനിക്ക് നല്ലായിരുന്നു കപ്പ, ബീഫ്. എനിക്ക് കപ്പയെല്ലാം നല്ല ഇഷ്ടമാണ്. ഓക്കെ, നന്ദോളി ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. എതിരാളികളില്ല. പറയണോ? ഓ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട്